നമസ്കാരം. ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ക്രമീകരണങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വിദേശ പൗരന്മാർ വ്യാജ രേഖകൾ ചമച്ച് രാജ്യത്ത് തങ്ങുന്ന സംഭവങ്ങൾ അതീവ ഗൗരവകരമായ ഒരു വിഷയമാണ്. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമായ ഡെറാഡൂണിൽ കഴിഞ്ഞ ദിവസം നടന്ന 3 വിദേശ വനിതകളുടെ അറസ്റ്റ് ഇത്തരമൊരു വലിയ സുരക്ഷാ പാളീച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്ന ആധാർ കാർഡും പാൻ കാർഡും ഉൾപ്പെടെയുള്ള രേഖകൾ അനധികൃതമായി നിർമ്മിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇവരെ പോലീസ് പിടികൂടുമ്പോൾ അത് വെറും ഒരു അനധികൃത കുടിയേറ്റം എന്നതിലുപരി രാജ്യത്തിനെതിരെയുള്ള ഗൂഢാലോചനയാണോ എന്ന സംശയം ശക്തമാവുകയാണ്. വിനോദസഞ്ചാരത്തിന്റെയോ തൊഴിലിന്റെയോ മറവിൽ ഇന്ത്യയിലെത്തി സുപ്രധാന രേഖകൾ കൈക്കലാക്കി രാജ്യത്ത് തുടരുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇക്കഴിഞ്ഞ 28-ന് റായ്പൂർ പോലീസ് നടത്തിയ വിപുലമായ പരിശോധനയിലാണ് കിർഗിസ്ഥാൻ സ്വദേശിയായ എറിക്ക, ഉസ്ബെക്കിസ്ഥാൻ സ്വദേശികളായ കരീന, നിഗോറാനീം എന്നിവർ പിടിയിലാകുന്നത്. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത വ്യാജ ആധാർ കാർഡുകളും ബാങ്ക് പാസ്ബുക്കുകളും 7 മൊബൈൽ ഫോണുകളും വിദേശ കറൻസികളും വ്യക്തമാക്കുന്നത് ഇവർ ഒരു വലിയ ശൃംഖലയുടെ ഭാഗമാണ് എന്നത് തന്നെയാണ്. എറിക്ക വിസ കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങിപ്പോകാതെ ഇവിടെ തുടരുകയായിരുന്നുവെങ്കിൽ കരീനയും നിഗോറയും നേപ്പാൾ അതിർത്തി വഴിയാണ് ഇന്ത്യയിലേക്ക് കടന്നത്. മുമ്പ് സമാനമായ കേസിൽ ബീഹാറിൽ വെച്ച് പിടിയിലായിട്ടും നിഗോറ വീണ്ടും വ്യാജരേഖകളുമായി ഇന്ത്യയിൽ തുടർന്നത് നിയമ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന ഒന്നാണ്. ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് പിന്നിൽ ഏതെങ്കിലും വിദേശ ഏജൻസികളുടെ കൈകൾ ഉണ്ടോ എന്ന ഗൗരവകരമായ സംശയം ഉയരുന്നത്. ഒരു വിദേശ വനിത വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിടാതെ വ്യാജരേഖകൾ ചമച്ച് ഡെറാഡൂൺ പോലെയുള്ള തന്ത്രപ്രധാനമായ നഗരത്തിൽ താമസിക്കുന്നത് ചാരവൃത്തിയുടെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഉത്തരാഖണ്ഡ് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമായതിനാലും അവിടെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ഉള്ളതിനാലും വിദേശികളുടെ സാന്നിധ്യം നിസ്സാരമായി കാണാൻ സാധിക്കില്ല. ഇന്ത്യയുടെ സുപ്രധാനമായ വിവരങ്ങൾ ചോർത്താനായി വിദേശ ഏജൻസികൾ സ്ത്രീകളെ ചാരന്മാരെ ഉപയോഗിക്കുന്ന രീതി മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ കൈവശം വച്ചിരുന്ന 7 മൊബൈൽ ഫോണുകൾ ആരുമായാണ് ബന്ധപ്പെട്ടിരുന്നതെന്നും അവരിലേക്ക് എത്തിയ വിദേശ കറൻസിയുടെ ഉറവിടം എവിടെയാണെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർക്ക് വ്യാജരേഖകൾ തയ്യാറാക്കി നൽകിയ പ്രാദേശിക ഏജന്റുമാർക്ക് ചാര സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. ഈ വനിതകൾ ഇന്ത്യയിൽ എത്തപ്പെട്ട രീതിയും അവരുടെ മുൻകാല ചരിത്രവും പരിശോധിക്കുമ്പോൾ ഇതൊരു ആസൂത്രിതമായ നീക്കമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നേപ്പാൾ അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റം ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയിലെ ആശങ്കകളെയാണ് കാണിക്കുന്നത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നതിലൂടെ ഇവർക്ക് വിദേശത്ത് നിന്ന് പണം ലഭിച്ചിരുന്നോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. കേവലം സാമ്പത്തിക ലാഭത്തിനായാണോ അതോ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കാനാണോ ഇവർ ഡെറാഡൂണിൽ തമ്പടിച്ചതെന്ന കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ്. വിദേശികളായ ചാര വനിതകൾ സാധാരണയായി ഇത്തരം വ്യാജരേഖകളുടെ മറവിലാണ് പ്രവർത്തിക്കാറുള്ളത് എന്നത് ഈ സംശയത്തിന് ബലം നൽകുന്നു. ഈ വനിതകൾ വ്യാജരേഖകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ കഴിഞ്ഞു എന്നതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയത് എന്നതും. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമായ ഡെറാഡൂൺ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി നിർണായകമായ സ്ഥാപനങ്ങൾ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി. ഇന്ത്യൻ കരസേനയിലെ ഓഫീസർമാർക്ക് പരിശീലനം നൽകുന്ന ലോക പ്രശസ്തമായ സ്ഥാപനമാണിത്. രാജ്യത്തിന്റെ സൈനിക നേതൃത്വത്തെ വാർത്തെടുക്കുന്നതിൽ IMA നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. 2 രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ്. സൈനിക സേവനത്തിനായി കുട്ടികളെ ചെറുപ്പം മുതലേ തയ്യാറാക്കുന്ന രാജ്യത്തെ ഏറ്റവും പഴയ സൈനിക സ്കൂളുകളിൽ ഒന്നാണിത്. 3 ഡിഫൻസ് ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷൻ ലബോറട്ടറി. RDOയുടെ കീഴിലുള്ള അതിപ്രധാനമായ ഒരു ഗവേഷണ കേന്ദ്രമാണിത്. സൈനിക ആവശ്യങ്ങൾക്കായുള്ള അത്യാധുനിക കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, സാറ്റലൈറ്റ് ലിങ്കുകൾ, റഡാർ സാങ്കേതിക വിദ്യ എന്നിവ ഇവിടെയാണ് വികസിപ്പിക്കുന്നത്. 4 ഇൻസ്ട്രുമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇതും DRDOയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. രാത്രി കാലങ്ങളിൽ കാഴ്ച സാധ്യമാക്കുന്ന ഉപകരണങ്ങൾ, ലേസർ സംവിധാനങ്ങൾ തുടങ്ങിയ പ്രതിരോധ ഉപകരണങ്ങളുടെ ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. 5 സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഔദ്യോഗിക മാപ്പിംഗ് ഏജൻസിയാണിത്. രാജ്യത്തിന്റെ അതിർത്തികൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മാപ്പുകൾ തയ്യാറാക്കുന്നതും സൂക്ഷിക്കുന്നതും ഇവിടെയാണ്. സൈനിക ആവശ്യങ്ങൾക്കുള്ള മാപ്പുകളും ഇതിൽ ഉൾപ്പെടുന്നു. 6 ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അക്കാദമി. ഇന്ത്യ ചൈന അതിർത്തി സംരക്ഷിക്കുന്ന ITBP സേനയുടെ പ്രധാന പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്ന് ഡെറാഡൂണിലാണ്. 7 ONGC ആസ്ഥാനം. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ONGCയുടെ ആസ്ഥാനവും ഡെറാഡൂണിലാണ്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഉത്തരാഖണ്ഡിലെ മലയോര മേഖലകളിലേക്കുള്ള പ്രവേശന കവാടമാണ് ഡെറാഡൂൺ. അതിനാൽ തന്നെ സൈനിക നീക്കങ്ങൾക്കും തന്ത്രപരമായ തീരുമാനങ്ങൾക്കും ഈ നഗരം വളരെ പ്രധാനമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശ വനിതകൾ വ്യാജരേഖകളുമായി ഇവിടെ താമസിക്കുന്നത് ഇത്രയും പ്രധാനപ്പെട്ട സൈനിക ഗവേഷണ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്താനാണോ എന്ന ഗൗരവകരമായ സംശയം ഉയരുവാൻ കാരണമാകും. ഇതിനോടൊപ്പം തന്നെ മധ്യേഷ്യയിലെ സുപ്രധാന രാജ്യങ്ങളായ കിർഗിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും പാകിസ്ഥാനുമായി ദശാബ്ദങ്ങളായുള്ള ദൃഢമായ സൗഹൃദ ബന്ധമാണ് പുലർത്തു വരുന്നത്. 1991-ൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ഈ രാജ്യങ്ങൾ സ്വതന്ത്രമായപ്പോൾ
അവരെ അംഗീകരിക്കാൻ മുന്നിൽ നിന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു പാകിസ്ഥാൻ. സാംസ്കാരികപരമായും മതപരമായും ചരിത്രപരമായും ഈ രാജ്യങ്ങൾ തമ്മിൽ വലിയ അടുപ്പമുണ്ട്. പാകിസ്ഥാനെ പോലെ തന്നെ കിർഗിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് എന്നതും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയിൽ ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നതും ഈ സൗഹൃദത്തിന്റെ അടിത്തറയാണ്. ചരിത്രപരമായി നോക്കിയാൽ മുഗൾ സാമ്രാജ്യത്തിന്റെ വേരുകൾ ഉസ്ബെക്കിസ്ഥാനിലെ ഫർഗാന താഴ്വരയിലാണ് എന്ന് പാകിസ്ഥാൻ തങ്ങളുടെ സാംസ്കാരിക സ്വത്വത്തിന്റെ ഭാഗമായി പലപ്പോഴും ഉയർത്തിക്കാട്ടാറുണ്ട്. സാമ്പത്തികവും തന്ത്രപരവുമായ താല്പര്യങ്ങളാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. കടൽ അതിർത്തിയില്ലാത്ത രാജ്യങ്ങളായ കിർഗിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും തങ്ങളുടെ വ്യാപാര ആവശ്യങ്ങൾക്കായി പാകിസ്ഥാനിലെ കറാച്ചി, ഗോദ്വാർ തുറമുഖങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കാൻ താല്പര്യപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാനെയും മധ്യേഷ്യയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനുകളും റോഡ് ശൃംഖലകളും വികസിപ്പിക്കുന്നതിൽ ഉസ്ബെക്കിസ്ഥാൻ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ചൈന, പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി വഴി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കാൻ ഈ രാജ്യങ്ങൾക്ക് പാകിസ്ഥാനുമായുള്ള സൗഹൃദം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ മധ്യേഷ്യയിലെ വമ്പിച്ച പ്രകൃതിവാതക ശേഖരവും ഊർജവും തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കുവാൻ പാകിസ്ഥാനും ഈ ബന്ധം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന പ്രാദേശിക കൂട്ടായ്മയിൽ ഇന്ത്യയെ പോലെ തന്നെ പാകിസ്ഥാനും ഈ രണ്ട് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പ്രാദേശിക സുരക്ഷ, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ലഹരിമരുന്ന് കടത്ത് തടയൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർക്കിടയിൽ കാര്യമായ സഹകരണമുണ്ട്. എന്നിരുന്നാലും അഫ്ഗാനിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരതയും അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സാന്നിധ്യവും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ചിലപ്പോഴൊക്കെ വെല്ലുവിളികൾ ഉയർത്താറുണ്ട്. എങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ മുൻനിർത്തി പാകിസ്ഥാനുമായി ചേർന്ന് പോകാനാണ് കിർഗിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും എക്കാലവും ശ്രമിച്ചിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യങ്ങൾ പാകിസ്ഥാനുമായി പുലർത്തുന്ന സൗഹൃദം വലിയ രീതിയിലുള്ള സുരക്ഷാ നിരീക്ഷണങ്ങൾക്ക് കാരണമാകുന്നു. ഇന്ത്യക്കും ഈ രാജ്യങ്ങളുമായി മികച്ച നയതന്ത്ര ബന്ധമുണ്ടെങ്കിലും പാകിസ്ഥാൻ തങ്ങളുടെ ചാരസംഘടനയായ ISI വഴി മധ്യേഷ്യൻ പൗരന്മാരെ ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്ക് ഉപയോഗിക്കുമോ എന്ന ആശങ്ക ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്കുണ്ട്. ഡെറാഡൂണിലെ വിദേശ വനിതകളുടെ അറസ്റ്റ് പോലെയുള്ള സംഭവങ്ങൾ ഇത്തരം തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമാണോ എന്ന് പരിശോധിക്കപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ചുരുക്കത്തിൽ കിർഗിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും പാകിസ്ഥാന്റെ വിശ്വസ്തരായ സൗഹൃദ രാജ്യങ്ങളാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ത്യയുമായും സന്തുലിതമായ ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ കൂടിയാണിവർ. മധ്യേഷ്യൻ രാഷ്ട്രീയത്തിൽ പാകിസ്ഥാനുമായുള്ള സ്വാധീനം ഇന്ത്യയുടെ സുരക്ഷാ താല്പര്യങ്ങളെ ബാധിക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നത് വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ്. നിലവിൽ റായ്പൂർ പോലീസ് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 പ്രകാരവും ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവുമാണ് ഈ വിദേശ വനിതകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത്തരം അനധികൃത കുടിയേറ്റങ്ങൾ തടയാൻ അതിർത്തികളിൽ കൂടുതൽ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. വിദേശികൾക്ക് വ്യാജരേഖകൾ നൽകുന്ന പ്രാദേശിക ലോബികളെ വേരോടെ പിഴുതെറിയേണ്ടത് രാജ്യസുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഡെറാഡൂണിൽ നടന്ന ഈ അറസ്റ്റ് കേവലം ഒരു പോലീസ് നടപടി എന്നതിലുപരി രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കാനുള്ള ഒരു മുന്നറിയിപ്പായി കണക്കാക്കണം. ഇവർക്ക് ചാരസംഘടനകളുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ അത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്. 2025 പുതുക്കിയ ഇമിഗ്രേഷൻ ആക്ട് പ്രകാരം വിദേശികൾ വ്യാജരേഖകൾ ചമയ്ക്കുന്നത് അതീവ ഗൗരവമായ കുറ്റമാണ്. സാധാരണയായി ഇത്തരം കേസുകളിൽ പ്രാദേശിക പോലീസ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് NIA അന്വേഷണം വേണോ എന്ന് തീരുമാനിക്കുന്നത്. ചുരുക്കത്തിൽ നിലവിൽ ലോക്കൽ പോലീസ് ചോദ്യം ചെയ്യുകയാണ് എങ്കിലും ഇവരുടെ ഫോൺ രേഖകളിൽ നിന്നോ ലാപ്ടോപ്പുകളിൽ നിന്നോ സംശയാസ്പദമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ NIA ഡെറാഡൂണിലെത്തി ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ എല്ലാ സാധ്യതയുമുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.